എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിക് 5 എണ്ണം ഉണ്ട്. അത് നന്നായിട്ട് അറിയുവാണെങ്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇത് കുറേ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. ഈ ABC ട്രയാങ്കിളിൻ്റെ ഒരു ഇൻഫോർമേഷനും കൂടി തന്നിട്ടുണ്ട്. ഇത് റൈറ്റ് ആംഗിൾ അറ്റ് B ആണ്. കൂടാതെ tan A = 4/3, അതൊരു റേഷ്യോ ആണ്. tan A = 4/3 ആ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഈ ക്വസ്റ്റ്യൻ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്ര ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നേക്കുന്ന വാല്യൂ tan A = 4/3. tan Aയുടെ ഫോർമുല നിങ്ങൾക്കറിയാമല്ലോ, സൈഡ് opposite to angle A divided by side adjacent to angle A. ഇനി ആംഗിൾ A വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? BC അല്ലേ? അപ്പം ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്ന tan A എന്ന് വെച്ചാൽ, ഒരു സെക്കൻഡ്, ഓക്കെ, എന്ന് വെച്ചാൽ 4/3. ഇതപ്പോൾ ഒരു റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു എന്താ പറയുന്ന ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ സൈഡിൻ്റെ വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ഏതാ? BC = 4K എന്ന് എഴുതാൻ പറ്റും ഇതിൻ്റെ വാല്യൂ. കാരണം 4/3 സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ A ഡിവൈഡഡ് ബൈ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ A എന്നല്ലേ. എന്ന് വെച്ചാൽ 4 പാർട്സ് സൈഡ് ഓപ്പോസിറ്റിൻ്റെയും 3 പാർട്സ് സൈഡ് അഡ്ജസൻറ്റിൻ്റെയും. പക്ഷെ കറക്റ്റ് 4 ആണോ ഇതിൻ്റെ വാല്യൂ? അല്ല, 4/3 ഇതിൻ്റെ റേഷ്യോയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് 4ൻ്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ 4K ഏതെങ്കിലും ഒരു ഓൾജിബ്രിക് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സോ കെയോ എല്ലോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് എടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എയുടെ നമ്മൾ എന്ത് എഴുതണം? 3 അല്ലേ ഇവിടെ റേഷ്യോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൈഡ് അഡ്ജസൻറ്റ് നമ്മൾ 3K എന്നിട്ട് കൊടുക്കും. ഇനി നമ്മൾക്ക് AC എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമ്മൾക്ക് ഇല്ലെങ്കിൽ 2 സൈഡിൻ്റെ വാല്യൂ അറിയത്തുള്ളൂ, മറ്റു സൈഡിൻ്റെ വാല്യൂ അറിയാൻ മേലെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പൈതഗോറസ് തിയറം യൂസ് ചെയ്യുമ്പം AC ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും AC = √AB² + BC². ഇനി √AB വാല്യൂ എന്താ? 3K + BCയുടെ വാല്യൂ 4K². ഇതിൻ്റെ വാല്യൂ നമുക്ക് 9K² + 16K² എന്ന് എഴുതാം, which is equal to √25K². അല്ലേ? യെസ്. ഇനി 25ൻ്റെ റൂട്ട് എന്താ? 5 ആൻഡ് K²ൻ്റെ റൂട്ട് K. സോ നമുക്ക് ACയുടെ വാല്യൂ കിട്ടി 5K. അപ്പം ഇത്രയും നമ്മൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാനിതൊന്ന് റിവൈസ് ചെയ്യുക. ഇനിയിപ്പം കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് 3 സൈഡിൻ്റെയും ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഫോമിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ കെയും ക്യാൻസൽ ആകും, നമുക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് റേഷ്യോ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇനി സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഫോർമുല അറിയാൻ മേലെങ്കിൽ ഒരിക്കലും സിമ്പിളല്ല, മാറിപ്പോകും. ഇനി സൈനിൻ്റെ ഫോർമുല, sin A = സൈനിൻ്റെ ഫോർമുല ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് 4K ഡിവൈഡഡ് ബൈ 5K = കെയും ക്യാൻസൽ ആകും, 4/5. അടുത്ത് കോസിൻ്റെ ഫോർമുല, cos = സൈഡ് അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് എയുടെ അഡ്ജസൻറ്റ് സൈഡ് AB which is 3K ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5K. അപ്പം 3K ഡിവൈഡഡ് ബൈ 5K, കെയും ക്യാൻസൽ ആവും, വാല്യൂ 3/5. ഇനി tan ഓൾറെഡി നമുക്കുണ്ട്, ഇനി കൊസീക് സീക് കോട്ട് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്, കൂടാതെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ആദ്യം കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് പറയാം.
ഇങ്ങനെ നമ്മൾ ഇപ്പം വരെ ചെയ്ത പോലെ തന്നെ കൊസീക്കിന്റെ ഫോർമുല എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പം 5k ഡിവൈഡഡ് ബൈ 4k ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 5/4 കിട്ടും. സീക്കിന്റെ വാല്യൂ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. അപ്പം 5k ഡിവൈഡഡ് ബൈ 3k നമുക്ക് 5/3 എന്ന് വാല്യൂ കിട്ടും. ഇനി കോട്ടിന്റെ വാല്യൂ എന്താണ്? അതായത് ഫോർമുല എന്താണ്? സൈഡ് അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ സൈഡ് ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 3k ഡിവൈഡഡ് ബൈ 4k. കെയും കെയും ക്യാൻസൽ ആവും. നമുക്ക് കിട്ടുന്ന വാല്യൂ 3/4. പക്ഷെ ഇതിനി നമുക്ക് ആൻസർ ഒക്കെ കറക്റ്റാ. പക്ഷെ ഇത് നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇവിടെ വരെയുള്ള നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് കൂടെ തന്നെ നമ്മൾ ചെയ്യണം. ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിച്ചിട്ട് ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അല്ലാതെയും കണ്ടുപിടിക്കാം. കാരണം കൊസീക്ക് എന്ന് വെച്ചാൽ സൈനിന്റെ റെസിപ്രോക്കൽ ആണല്ലോ. അപ്പൊ കൊസീക്കിന്റെ വാല്യൂ എഴുതണമെങ്കിൽ സൈനിന് നമുക്ക് എന്ത് വാല്യൂ കിട്ടിയോ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ പോലെ. അപ്പൊ സൈനിന്റെ റെസിപ്രോക്കൽ 5/4, 4/5ന്റെ റെസിപ്രോക്കൽ 5/4 കറക്റ്റ് ആയിട്ട് കിട്ടി. അടുത്ത സീക്ക് എന്ന് പറയുന്ന കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പം 3/5 നമുക്ക് കോസിന്റെ ഫോർമുല വാല്യൂ കിട്ടിയായിരുന്നു ഫോർമുല അപ്ലൈ ചെയ്തിട്ട്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 5/3 കറക്റ്റ് ആണല്ലോ. ഇനി കോട്ട് നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് തന്നെ എടുക്കാം. ക്വസ്റ്റിന് നമുക്ക് ടാനിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 3/4 കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫോർമുല അത് എഴുതി വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് എക്സാമ്പിൾ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നമ്പർ 2. ഇതിനകത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഒന്ന് ട്രയാങ്കിൾ ABC, രണ്ടാമത്തെ ട്രയാങ്കിൾ PQR. എന്നിട്ട് ഇവര് 2 ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആംഗിൾ B ആൻഡ് ആംഗിൾ Q. ഇത് രണ്ടും റൈറ്റ് ആംഗിൾ ഡാറ്റ്, ഒന്ന് റൈറ്റ് ആംഗിൾ ഡാറ്റ് C, ഒന്ന് റൈറ്റ് ആംഗിൾ ഡാറ്റ് R. ABCPQR. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ സൈൻ ഓഫ് ബിന്റെ സൈനും ക്യൂവിന്റെ സൈനും, സൈൻ ബി ആൻഡ് സൈൻ ക്യൂ ഈക്വൽ ആണെന്ന് ഇവർ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണെന്ന്. ഇത് ഒന്ന് നോക്കിയേ. സൈൻ ബിയുടെ ഫോർമുല നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് ടു ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ AC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ AB ആണല്ലോ. അടുത്ത ക്യൂവിന്റെ സൈൻ നമ്മൾ എന്താണെന്ന് എഴുതണം. സൈൻ ക്യൂ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം PR ഡിവൈഡഡ് ബൈ PQ. നമുക്ക് ക്വസ്റ്റ്യനിൽ അവിടെ തന്നിട്ടുണ്ട് സൈൻ ബിയും സൈൻ ക്യൂവും ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് നമുക്ക് ഇക്വേഷൻ കിട്ടിയേക്കുന്നതിനകത്ത് ഇക്വേഷൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡും ഈക്വൽ. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും AC ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു PR ഡിവൈഡഡ് ബൈ PQ എന്ന്. ഇതിനെ ഇനി ഞാൻ ഒന്ന് കുറച്ച് റീഅറേഞ്ച് ചെയ്യുക. കാരണം നമുക്ക് ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമിലാരിറ്റി കണ്ടുപിടിച്ച് ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താലേ നമുക്ക് ഈ 2 ആംഗിൾസും സിമിലർ ആണെന്ന് നമ്മളുടെ തിയറം വെച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് റീഅറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം ഇത് നോക്കിക്കേ, ഈ റേഷ്യോ AC ഡിവൈഡഡ് ബൈ AB, AC ഡിവൈഡഡ് ബൈ AB രണ്ടും ഒരേ ട്രയാങ്കിളിൻ്റെ അല്ലേ. പക്ഷെ AC ഡിവൈഡഡ് ബൈ PR എന്ന് വന്നാലല്ലേ എനിക്ക് 2 ട്രയാങ്കിളിനെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, PR-നെ AC-യുടെ താഴോട്ടും കൊണ്ടുപോകും. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് അങ്ങോട്ടും പോകും. അതുകൊണ്ട് AC ഡിവൈഡഡ് ബൈ PR, AC ഡിവൈഡഡ് ബൈ PR കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ തന്നെയാണല്ലോ. ഈക്വൽ ടു AB മണ്ടയിലോട്ട് പോകുമ്പോൾ AB ഡിവൈഡഡ് ബൈ PQ, AB ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ PQ അതും ഹൈപ്പോട്ടന്യൂസ്, അതും അപ്പം കറസ്പോണ്ടിങ് സൈഡിന്റെ റേഷ്യോ തന്നെയാണല്ലോ. ഇതിനെ ഞാൻ ഒരു വാല്യൂ കൊടുക്കുക, K എന്നുള്ളൊരു വാല്യൂ. അപ്പം ഞാൻ K എന്ന് കൊടുത്തിട്ട്, അതായത് നമ്മൾ ഏത് വേണമെങ്കിലും ഒരു വാല്യൂ ഈ റേഷ്യോയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഇനി ഫർദർ പ്രൊസീഡിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, അതായത് ഇപ്പം ഞാൻ പറയുക 2x ഈക്വൽ ടു 3y, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഇത് ഈക്വൽ ടു K എന്ന് എഴുതാൻ പറ്റും. കാരണം ഇത് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണ്, നമുക്ക് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും K ഇതും K രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ,
അതായത് ഈ രണ്ട് റേഷ്യോസ് ഈക്വൽ ആണ്, AC ഡിവൈഡഡ് ബൈ PR ആൻഡ് ഇത് AB ഡിവൈഡഡ് ബൈ PQ ഈക്വൽ ടു K എന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക. KX എനിത്തിങ്, യു ക്യാൻ ടേക്ക് എനിത്തിങ്. ഇനി അടുത്തത് നമ്മൾ ഇപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് വരെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ടുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്? രണ്ട് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ് മാത്രമാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇപ്പം നമ്മളുടെ കയ്യിൽ നമുക്ക് അറിയാവുന്ന സൈഡ്സ് വെച്ച് അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പൈതഗോറസ് തിയറമാണ് ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പൈതഗോറസ് തിയറം യൂസ് ചെയ്ത്, ഇത് BC ആകട്ടോ, BQ, BCയുടെയും QR-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം BCയുടെ വാല്യൂ എന്താ? ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പം BCയുടെ വാല്യൂ എന്ന് പറയുമ്പം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതിൻ്റെ റൂട്ടല്ലേ വരുന്നത്? നമ്മളുടെ സ്റ്റാൻഡേർഡ് പൈതഗോറസ് ഫോർമുലയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ ഫോം. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ശരിക്കും ഫോർമുല വരുന്നതെന്ന് വെച്ചാൽ AB അല്ല ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ AB സ്ക്വയർ ഈക്വൽ ടു BC സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അപ്പം BC സ്ക്വയർ എന്താ? AB സ്ക്വയർ മൈനസ് AC സ്ക്വയർ. അപ്പം BC എന്താ? റൂട്ട് ഓഫ് AB സ്ക്വയർ മൈനസ് AC സ്ക്വയർ. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല ഇങ്ങനെ ഡിറൈവ് ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ആയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ BCയുടെ വാല്യൂ എന്തെഴുതും? റൂട്ട് ഓഫ് AB സ്ക്വയർ മൈനസ് AC സ്ക്വയർ. ഇനി അടുത്ത QR, ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് PQ. അപ്പം QR ഈക്വൽ ടു റൂട്ട് ഓഫ് PQ സ്ക്വയർ മൈനസ് PR സ്ക്വയർ എന്നെഴുതാൻ പറ്റും. റൂട്ട് ഓഫ് PQ സ്ക്വയർ മൈനസ് PR സ്ക്വയർ. ഇനി നമ്മൾക്ക് ഇപ്പം ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സൈഡിൻ്റെ റേഷ്യോ കിട്ടി, രണ്ടാമത്തെ സെറ്റ് ഓഫ് സൈഡിൻ്റെ റേഷ്യോ കിട്ടി, മൂന്നാമത്തെ സെറ്റ് ഓഫ് സൈഡിൻ്റെ റേഷ്യോ അല്ലേ വേണ്ടേ? അതിൻ്റെ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ അതിനെ തമ്മിൽ ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ BC divided by QR equal to root of AB square minus AC square the whole divided by root of PQ square minus PR square. ഇത് തമ്മിൽ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന കണ്ട ഒരു റിലേഷൻ ഇല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിനെ എങ്ങനെയെങ്കിലും നമ്മൾ ക്യാൻസൽ ചെയ്തൊരു റിലേഷൻ ഉണ്ടാക്കിയാലേ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ രണ്ട് റേഷ്യോസിന് K എന്നുള്ളൊരു വാല്യൂ കൊടുത്തേക്കുന്നത്. ഈ ഇക്വേഷനെ മൂന്നായിട്ട് ഞാൻ ഒടിക്കും. ഓക്കെ, 3 പാർട്സ്, 1, 2, 3. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഈക്വൽ ടു സെക്കൻഡ് പാർട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പം AC ഡിവൈഡഡ് ബൈ PR ഈക്വൽ ടു K എന്ന് കിട്ടും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് AC? AC ഈക്വൽ ടു K ഇൻറ്റു PR. അടുത്ത നമുക്ക് ഇതിപ്പോൾ പാർട്ട് 1, ഇത് പാർട്ട് 2, ഇത് പാർട്ട് 3. ഇപ്പം ഞാൻ 1ഉം 3ഉം എടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഇനി അടുത്ത ഞാൻ 1ഉം 3ഉം എടുക്കുകയാണ് നമുക്ക്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2ഉം 3ഉം എടുക്കുകയാണ് നമുക്ക്. അപ്പം നമുക്ക് AB ഡിവൈഡഡ് ബൈ PQ ഈക്വൽ ടു K എന്ന് കിട്ടും. അപ്പം ABയുടെ വാല്യൂ എന്താ? K ഇൻറ്റു PQ. കാരണം ഇവിടെ എനിക്ക് ABയും ACയുടെയും ടേംസിലാണ് എടുക്കുന്നത്. അതിനെ എനിക്ക് PQൻ്റെയും PRൻ്റെയും ടേമിലോട്ട് കൺവേർട്ട് ചെയ്താലല്ലേ എന്തെങ്കിലുമൊക്കെ കട്ടായി പോകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി, രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. ഈ വാല്യൂസിന് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതായത് AC ഈക്വൽ ടു K ഇൻറ്റു PRും AB ഈക്വൽ ടു K ഇൻറ്റു PQ എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം ഈ ഇക്വേഷനകത്തോട്ട്. സോ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? റൂട്ട് ഓഫ് AB സ്ക്വയർ, ABൻ്റെ വാല്യൂ K ഇൻറ്റു PQ. അപ്പോൾ AB സ്ക്വയർ എന്താകും? K സ്ക്വയർ PQ സ്ക്വയർ. K സ്ക്വയർ PQ സ്ക്വയർ ABൻ്റെ വാല്യൂ മൈനസ്
ഇനി എ സിയുടെ കാര്യം എന്താ? കെ ഇൻറ്റു പി ആർ. അപ്പൊ എ സി സ്ക്വയർ കെ സ്ക്വയർ പി ആർ സ്ക്വയർ. അപ്പൊ ഇതെന്താവും? കെ സ്ക്വയർ പി ആർ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ, താഴത്തെ വാല്യൂന് ഒരു മാറ്റവും ഇല്ല, റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഇപ്പൊ നോക്കിക്കേ, മുമ്പത്തേക്കാളും ബെറ്റർ ആയില്ലേ? എവിടെയൊക്കെയോ എന്തൊക്കെയോ സെയിം പോലെ നമുക്ക് തോന്നുന്നില്ലേ? പക്ഷെ നോക്കൂ, ഇതിനകത്ത് ഈ ഒരു ടേം മൈനസ് ഈ ഒരു ടേം, രണ്ട് ടേമിനകത്തും കോമൺ ആയിട്ടുള്ള എന്താ? കെ സ്ക്വയർ. അതിനെ അപ്പൊ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇതിനെ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. ഇനി റൂട്ടിനകത്ത് കെ സ്ക്വയറും കിടപ്പുണ്ട്, പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയറും കിടപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? റൂട്ടിന്റെ പുറത്തോട്ട് ഞാൻ കെനെ എടുക്കും. എന്നിട്ട് അകത്തപ്പം എന്താ എടുക്കുന്നത്? റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി ക്യൂ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ. അപ്പം ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്താ? കെ. അതുകൊണ്ട് ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ തുടങ്ങിയത് ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ ആയിട്ട് കെ ആയിട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ എഴുതാം കെ. ആൻഡ് ദിസ് ക്യാൻ ബി നെയിംഡ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാം. ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് കിട്ടും AC divided by PR equal to AB divided by PQ equal to K. ഇനി ഇക്വേഷൻ നമ്പർ 2ൽ എന്താ? BC divided by QR equal to K. ഈ കെയും ഈ കെയും സെയിം തന്നെ. അതുകൊണ്ട് ഈ കെ ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഈ കൺസിഡർ ചെയ്തേക്കുന്ന കെനെ അങ്ങ് മാറ്റുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. എ സി ഡിവൈഡഡ് ബൈ പി ആർ ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ പി ക്യു ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ ക്യു ആർ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ രണ്ട് ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ്, എ സിയും പി ക്യൂം കറസ്പോണ്ടിങ് സൈഡ്, സി ബിയും ആർ ക്യൂം കറസ്പോണ്ടിങ് സൈഡ്, എ ബിയും പി ക്യൂം മൂന്നാമത്തെ കറസ്പോണ്ടിങ് സൈഡ്. ഈ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ ഈ കണ്ടത്, ഈ മൂന്നെണ്ണം. ഇത് മൂന്നും ഈക്വൽ ആണെന്നാണ് നമുക്കിപ്പം നമ്മൾ പ്രൂവ് ചെയ്ത് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഈക്വൽ ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഒരു തിയറം ഉണ്ട്, തിയറം 6.4 ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ. ഈ തിയറം കാരണം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളും, ട്രയാങ്കിൾ എ സി ബിയും ട്രയാങ്കിൾ പി ആർ ക്യൂ, രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഈ തിയറം 6.4 അനുസരിച്ച് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ ആംഗിൾ ബി ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ഈ ട്രയാങ്കിളിൽ ആംഗിൾ ക്യൂ. Therefore ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് സോ ദ പ്രൂഫ് ഓഫ് ദ സെക്കൻഡ് എക്സാമ്പിൾ.